കുറച്ച് നാളുകളായിട്ട് നാം കേൾക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. അമേരിക്ക ഇറാൻ പ്രതിസന്ധിയിൽ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും സജീവമായിട്ട് ഇടപെടുമ്പോഴും ഇന്ത്യ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ഒരു ലോകശക്തിയാകാൻ ആഗ്രഹിക്കുന്ന രാജ്യം ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുന്നത് നയതന്ത്രപരമായ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമല്ലേ? എന്നാൽ സത്യം അതല്ല. ഈ വാർത്തകളിൽ കാണുന്നത് വെറും ഒരു ഫൂൾസ് പാരഡൈസ് ആണ്. നയതന്ത്രത്തിന്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നവര് പലപ്പോഴും ഏറ്റവും ദുർബലരായിരിക്കും. ഇന്ത്യ മിണ്ടാതിരിക്കുന്നത് കഴിവുകേട് കൊണ്ടല്ല, മറിച്ച് വലിയൊരു ചതിക്കുഴിയിൽ വീഴാതിരിക്കാനുള്ള ബുദ്ധിപരമായ നീക്കമാണത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്കും പല മീഡിയകൾക്കും അത് മനസ്സിലാക്കാനുള്ള വിവേകമില്ലാതെ പോയി. നമ്മുടെ അയൽരാജ്യങ്ങൾ സമാധാനത്തിന്റെ മാലാകമാരായി വേഷം കെട്ടുമ്പോൾ ഇന്ത്യ എന്തിനാണ് മാറി നിൽക്കുന്നത്? ഇത് നമ്മളിൽ പലരുടെയും ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, മധ്യസ്ഥത എന്ന് പുറമെ പറയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ യുദ്ധത്തിനുള്ള ഒരു പുകമറ മാത്രമാണ്. അത് നിങ്ങൾക്കറിയാവോ? വാർത്തകൾക്ക് പിന്നിലെ ആരും പറയാത്ത ഈ ഗ്രൗണ്ട് റിയാലിറ്റി, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒമാന്റെ കഥ തന്നെ നോക്കാം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സമാധാന ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുവെന്ന് ഒമാൻ പ്രഖ്യാപിച്ചിരുന്നു. ലോകം മുഴുവൻ ആശ്വസിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? ആ ചർച്ച കഴിഞ്ഞ് വെറും 48 മണിക്കൂറിനുള്ളിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തി. അതായത് മധ്യസ്ഥത പലപ്പോഴും ശത്രുവിനെ പറ്റിക്കാനുള്ള ഒരു പുകമറ മാത്രമാണ്, ഒരു സർപ്രൈസ് അറ്റാക്കിനുള്ള മറ അഥവാ കവർ ട്രാപ്പ്. ഇന്ത്യയെ പോലൊരു രാജ്യം ഇത്തരം ചർച്ചകളിൽ മധ്യസ്ഥനായാൽ അത് നാളെ യുദ്ധത്തിനുള്ള ഒരു മറയായി മാറിയാൽ നമ്മുടെ വിശ്വസ്തതയാണ് ലോകത്തിന് മുന്നിൽ തകരുന്നത്. വെറുമൊരു ഒപ്റ്റിക്സിന് വേണ്ടി ഇന്ത്യ നമ്മുടെ പേര് ചീത്തയാക്കാൻ തയ്യാറല്ല. ഇന്ത്യക്കിവിടെ നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ചിലർ പറയും ഇന്ത്യയുടെ ബന്ധങ്ങൾ വെച്ച് നമ്മൾ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരിക്കും അങ്ങനെയാണോ? നമുക്ക് ചൈനയുടെ കാര്യം തന്നെ നോക്കാം. അവർക്ക് UN വീറ്റോ പവർ ഉണ്ട്, ഇറാനുമായിട്ട് വലിയ വലിയ ബിസിനസ് ബന്ധങ്ങളുണ്ട്. എന്നിട്ടും ചൈനീസ് വിദേശകാര്യമന്ത്രി 18 തവണ വിളിച്ചിട്ടും ആ യുദ്ധം നിർത്താൻ കഴിഞ്ഞോ? ഇല്ല. ചൈന പരാജയപ്പെട്ടെടുത്ത് വെറുമൊരു മധ്യസ്ഥനായി പോകുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യോ? ഒരിക്കലുമില്ല. ഗുണത്തിനേക്കാൾ ഉപരി വലിയ ദോഷങ്ങളുണ്ടാവും. കൃത്യമായ സ്വാധീനമില്ലാതെ ചർച്ചയ്ക്ക് പോകുന്നത് വെറും ഒരു സ്പെക്ടാക്കിൾ മാത്രമാണ്. വെറുതെ ലോകത്തെ കാണിക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് പോകുന്നത് ഇന്ത്യയുടെ രീതിയേ അല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യേയില്ല. ഇനിയാണ് ആരും പറയാത്ത വലിയൊരു റിസ്ക്. നമ്മൾ ഇന്ന് പുറത്തുള്ള രാജ്യങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കാൻ പോയാൽ നാളെ കാശ്മീർ വിഷയത്തിൽ മറ്റുള്ളവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ നമ്മൾ തന്നെ വഴി ഒരുക്കുന്നത് പോലെയാവും. അത് വലിയൊരു റിസ്ക്കാണ്. നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരും ഇടപെടരുത് എന്ന് നമ്മൾ എന്നും പറയുന്നതാണ്. ആ നയം മാറ്റുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിസ്ക്കാണ്. ഇത് സ്റ്റേറ്റ് ക്രാഫ്റ്റ് അല്ല, വെറും വാനിറ്റി അഥവാ അനാവശ്യമായ ആത്മവിശ്വാസം മാത്രമാണ്. വാർത്തകളിൽ വരാൻ വേണ്ടിയിട്ട് സ്വന്തം നയം ബലികഴിക്കുന്നത് ഇന്ത്യയുടെ രീതിയേ അല്ല. ലോകത്ത് 2 തരത്തിലുള്ള രാജ്യങ്ങളുണ്ട്. ഒന്ന് പാകിസ്ഥാനെ പോലെ മറ്റൊരാൾ നൽകുന്ന കത്തുമായിട്ട് ഓടുന്ന മെയിൽമാൻ അഥവാ പോസ്റ്റ്മാൻ. അമേരിക്ക നൽകിയ 15 ആവശ്യങ്ങളുടെ ലിസ്റ്റുമായിട്ട് ഇറാനിലേക്ക് പോയ പാകിസ്ഥാനെ ഇറാൻ പുച്ഛിച്ച് തള്ളി. ഇതിനെയാണ് ജയശങ്കർ ദലാൽ ഡിപ്ലോമസി എന്ന് വിളിച്ച് പരിഹസിച്ചത്. ഇന്ത്യ ഒരു മെയിൽമാൻ ആകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ഒരു ആർക്കിടെക്റ്റ് ആകാനാണ് ശ്രമിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മുടെ സുരക്ഷയും താല്പര്യങ്ങളും നോക്കി മാത്രം സംസാരിക്കുന്ന ഒരു രീതി. അയൽക്കാരൻ നടത്തുന്ന മെഗാഫോൺ തിയേറ്ററിക്സ് കണ്ട് നമ്മൾ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് ഒരു കാര്യം, ഈ യുദ്ധം വരുന്ന ആളുകളിൽ ഉറപ്പായിട്ടും അവസാനിക്കും. അന്ന് പുതിയ വ്യാപാര വഴികളും ഐമെക് പോലെയുള്ള വലിയ പദ്ധതികളും വരുമ്പോൾ ഇന്ത്യ അതിൻ്റെ മുന്നിൽ അവിടെ തന്നെ ഉണ്ടാവും. പാകിസ്ഥാൻ വെറും ഒരു കൊറിയർ ബോയ് ആയിട്ട് ചരിത്രത്തിൽ അവശേഷിക്കും. പാകിസ്ഥാന് ഇപ്പോൾ കുറച്ച് വാർത്താ പ്രാധാന്യം കിട്ടുമായിരിക്കും, പക്ഷേ ഇന്ത്യക്ക് ഭാവിയാണ് പ്രധാനം. ആ ഭാവിയാണ് നമ്മളിപ്പോൾ സംരക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ഈ തീരുമാനം ശരിയാണെന്ന് കാലം തെളിയിക്കും. ഇന്ത്യ ഈ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുന്നത് ബുദ്ധിപരമായ ഒരു നീക്കമാണോ അതോ പേടി കൊണ്ടാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.